നമസ്കാരം. ഇതാരാണെന്ന് മനസ്സിലായില്ലേ? നമ്മുടെ പൊന്നാനി MLA KP നൗഷാദ് അലി. എൻ്റെ സ്നേഹിതനാണ്. അരീക്കോടാണ് വീട്. എൻ്റെ വീട്ടിൻ്റെ അടുത്തുനിന്ന് 1.5 കിലോമീറ്റർ പോയാൽ മൂപ്പര വീടാണ്. ഏറ്റവും അടുത്ത സുഹൃത്താണ്. വീട്ടിലും ഓഫീസിലൊക്കെ വരുന്ന ആളാണ്. എനിക്ക് ബസ് സ്റ്റാൻഡിൽ ഇൻസ്റ്റാൾമെൻറ്റ് കൂടിയൊക്കെ ആയിട്ട് ഓഫീസ് ഉണ്ടായിരുന്നു. വൈകുന്നേര സമയങ്ങളിൽ ഇയാൾ അധിക ദിവസവും ഓഫീസിൽ വരുന്നുണ്ട്. ഞങ്ങൾ ചായ കുടിക്കും, സിഗരറ്റ് വലിക്കും, കുറേ നേരം സംസാരിച്ചിരിക്കും. സംസാരമൊക്കെ ഗ്രൂപ്പ് സംബന്ധമായിട്ടാണ്. കാരണം മൂപ്പർക്ക് ഒരു നിലനിൽപ്പ് വേണമെങ്കിൽ മൂപ്പരുടേതായിട്ടുള്ള ഒരു ഗ്രൂപ്പ് വേണം. പിന്നീട് എങ്ങനെയോ 2 വർഷം മുമ്പ് പൊന്നാനിയിലേക്ക് പോയതാണ്. അവിടെയായി പ്രവർത്തനങ്ങളൊക്കെ. 2 വർഷത്തോളം പൊന്നാനിയിൽ ക്ലബ്ബുകളും സംഘടനകളൊക്കെ കൂട്ടി യോജിപ്പിച്ച് അവിടെ പ്രവർത്തനങ്ങൾ നടത്തിയതിന് കഴിവുള്ള ആളാണ്. ആ കഴിവ് അവിടെ തെളിയിച്ചു. ആ പൊന്നാനി മണ്ഡലം അദ്ദേഹം പിടിച്ചെടുത്തു ചെയ്തു. അദ്ദേഹം നൗഷാദ് അലി എന്നാണ് ഞാൻ വിളിക്കുക. കാരണം എൻ്റെ വയസ്സിൻ്റെ താഴെയാണ്. ഏറ്റവും അടുത്ത സുഹൃത്താണ്. മൂപ്പളം എല്ലായിട്ടാണ് നിങ്ങൾക്ക് തോന്നിപ്പോകുന്നത്. പിന്നെ മൂപ്പരെ കുറ്റപ്പെടുത്താനാണെങ്കിൽ ഇപ്പോൾ ഇവിടെ അടുത്ത കാലത്തൊക്കെ ഉണ്ടായിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ടായി. ഞാൻ പറയുന്നില്ല. ഈ അവസരത്തിൽ ഞാൻ പറയാനല്ല ഞാൻ ഈ അവസരം ഉപയോഗിക്കുന്നത്. ഞാൻ ഉപയോഗിക്കുന്നത് മൂപ്പരിപ്പം ഇവിടെ പറഞ്ഞിടതാണ്. എന്ത്? പൊന്നാനിയിൽ മെസ്സിനെ കൊണ്ടുവരും. നൗഷാദ് അലി സുഹൃത്തെ, ഒരു കാര്യം എന്നോട് ചോദിക്കട്ടെ. എത്ര വോട്ടർമാരുണ്ടാവും പൊന്നാനിയിൽ? 1.5 ലക്ഷം, 2 ലക്ഷം, 220? ഈ വോട്ടർമാർ, അതിൻ്റെ പുറത്ത് വോട്ടില്ലാത്ത കുട്ടികളും മക്കളും സ്ത്രീകളും ഒക്കെ ഉണ്ടാവും. ഇവരൊക്കെ മെസ്സിനെ കാണാൻ വേണ്ടി കാത്തിക്കുകയാണോ പൊന്നാനിയിൽ? ആണോ? നൗഷാദ് അലി വികസനം കൊണ്ടുവരാൻ കഴിവുള്ള ആളാണ്, കൊണ്ടുവരും. പക്ഷേ നൗഷാദ് അലി എന്താണ് എന്ന് കഴിഞ്ഞ ഒരു 5-6 മാസം മുമ്പ് തിരിച്ചറിഞ്ഞ ആളായാണ്. അത് വളരെയധികം വേദനാജനകമായ കാര്യമാണ്. ഏറെ വേദനിപ്പിച്ചിട്ടുണ്ട്. ഇത്രയൊക്കെ ബന്ധമുണ്ടായിട്ട് പോലും ഇന്നേ വരെ എൻ്റെ ഫോണിക്ക് അദ്ദേഹം വിളിച്ചിട്ടില്ല. കൂടുതലായിട്ട് ഞാനൊന്നും പറയുന്നില്ല. കാരണം അദ്ദേഹം അങ്ങനെ പോട്ടെ. MLA പൊന്നാനിയൊക്കെ പിടിച്ചിട്ട ആളല്ലേ, അങ്ങനെ പോട്ടെ. അപ്പം ഈ നൗഷാദ് അലിനോട് എനിക്ക് പറയാനുള്ളത് എന്താ അറിയോ? നൗഷാദ് അലി ഇത് കണ്ടെത്തി എറണാകുളത്ത് കടുത്ത ദാരിദ്ര്യത്തെ തുടർന്ന് ആത്മഹത്യ ചെയ്ത 4-അംഗ കുടുംബത്തിൽ 3 പേരുടെയും സംസ്കാരം പൂർത്തിയായി. തൃപ്പൂണിത്തുറയിലെ ശ്മശാനത്തിലായിരുന്നു നാരായണൻ, ബിജിമോൾ ദമ്പതികളുടെയും ഇളയ മകന്റെയും സംസ്കാരം നടന്നത്. ഇന്ന് അഗ്നിരക്ഷാസേന കണ്ടെടുത്ത 6 വയസ്സുകാരി ഹന്നയുടെ മൃതദേഹം നാളെ സംസ്കരിക്കും. മരണകാരണം സംബന്ധിച്ച് വിശദമായ അന്വേഷണം ആരംഭിച്ചതായി പോലീസ് അറിയിച്ചു. ദുരൂഹതയേറ്റി മൂവാറ്റുപുഴയാറിൽ 4-അംഗ കുടുംബം വീണ സംഭവം ആത്മഹത്യയെന്ന നിഗമനത്തിലാണ് പോലീസ്. കടുത്ത സാമ്പത്തിക പരാധീനതയാണ് ജീവനെടുക്കാൻ കാരണമെന്നാണ് സൂചന. തിരച്ചിൽ തുടങ്ങി 3-ാം ദിവസം 6 വയസ്സുകാരി ഹന്നയുടെ മൃതദേഹം പുറത്തെ എക്സൈസ് കടവിന് സമീപത്തു നിന്നും അഗ്നിരക്ഷാസേന കണ്ടെത്തി. നാരായണന്റെയും ഭാര്യ വിജിമോളുടെയും ഇളയ മകന്റെയും പോസ്റ്റ്മോർട്ടം നടപടികൾ മൂവാറ്റുപുഴ ജനറൽ ആശുപത്രിയിൽ ഇന്നലെ തന്നെ പൂർത്തിയാക്കിയിരുന്നു. വിജിമോളുടെ ബന്ധുക്കളെത്തിയാണ് തൃപ്പൂണിത്തുറയിലെ പൊതുശ്മശാനത്തിൽ രാവിലെ സംസ്കാര ചടങ്ങുകൾ നടത്തിയത്. മരിച്ചവരുടെ ശരീരത്തിൽ ബലപ്രയോഗത്തിന്റെ പാടുകളില്ലാത്തതും പുഴയിലേക്ക് ഇവർ ചാടിയെന്ന് അനുമാനിക്കുന്ന കടവിൽ വസ്ത്രങ്ങളും ചെരുപ്പും കണ്ടെത്തിയതും ആത്മഹത്യ എന്ന സൂചനയിലേക്കാണ് പോലീസിനെ എത്തിച്ചിരിക്കുന്നത്. ജനം, കൊച്ചി. അപ്പൊ നൗഷാദ് അലി ഒരു കാര്യം മനസ്സിലാക്കുക. ഇതുപോലത്തെ ആയിരങ്ങൾ, 10,000ങ്ങളുണ്ട് നമ്മുടെ സംസ്ഥാനത്ത്, നമ്മുടെ മണ്ഡലങ്ങളിൽ, നമ്മുടെ പഞ്ചായത്തുകളിൽ അല്ലേ? ഇവിടെ പഞ്ചായത്ത്, വാർഡുകൾ, വാർഡ് കമ്മിറ്റികൾ, ജില്ലാ പഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ, MLA, മന്ത്രി, നിയമസഭ, ഇതൊക്കെ എന്തിനാ? പഞ്ചായത്തായാലും ബ്ലോക്ക് പഞ്ചായത്തായാലും എല്ലാം എന്തിനാ? ജനങ്ങളെ സേവിക്കാൻ. അതോ ജനങ്ങളെ നികുതി വാങ്ങി വെക്കാൻ വേണ്ടി മാത്രമാണോ ഈ സ്ഥാപനങ്ങളൊക്കെ? അപ്പോൾ ഈ അധികാരം ഉപയോഗിച്ച് വാർഡ് കമ്മിറ്റികൾ, വാർഡ് പ്രസിഡന്റുമാർ, വാർഡ് ഭാരവാഹികൾ അല്ലേ, പഞ്ചായത്ത് ഭാരവാഹികൾ, ഇവരൊക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് സംസ്ഥാനത്ത്, മണ്ഡലത്തിൽ, പഞ്ചായത്തിൽ ഇത്തരം ആളുകൾ ഉണ്ടോ എന്ന് പരിശോധിക്കണം. 25-30 ലക്ഷം റുപ്യൻ്റെ വീടുണ്ടാക്കി കൊടുക്കാനല്ല, പകരം ഒരു വാടകയ്ക്കൊരു വീട് എന്തെങ്കിലും സംഘടിപ്പിച്ച് കൊടുക്കാൻ, മരുന്നിനെന്തെങ്കിലും പണം കൊടുക്കാൻ, 3 നേരം ഭക്ഷണം കൊടുക്കാനെന്തെങ്കിലും സഹായിക്കാൻ, അവരെ സംരക്ഷിക്കാൻ നൗഷാദ് അലിയെ പോലുള്ള നേതാക്കന്മാർ, MLA മുന്നോട്ട് വരണം. ഇപ്പോൾ ഈ മരണപ്പെട്ടത് ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാൻ കഴിയാതെ, കിടന്നുറങ്ങാനൊരു കൂരയില്ലാതെ, അന്ധയായ ഭാര്യ, 2 പിഞ്ചു കുട്ടികളുമായി ഇയാൾ കറങ്ങുന്ന കാഴ്ചയാണ് കണ്ടത്. ഒരുപാട് അലഞ്ഞു, ആരും സഹായിച്ചില്ല. അപ്പോൾ ഈ അധികാര കേന്ദ്രങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ഇത്തരം പാവങ്ങളെ കണ്ടെത്തി ഒരു അധീനമുണ്ടാക്കി കൊടുക്കാൻ അതിനുള്ള ശ്രമം നടത്തണം. അതിനേക്കാളും വലിയൊരു നന്മ രാഷ്ട്രീയത്തിലല്ല, മതത്തിൽ പോലും ചെയ്യാനില്ല. മതപരമായിട്ട് ചിന്തിക്കുകയാണെങ്കിൽ പോലും ദൈവത്തിൻ്റെ കാരുണ്യം പിടിച്ചു പറ്റുന്ന നന്മകളാണിതൊക്കെ.
അപ്പോൾ ഇത് ചെയ്യാൻ ശ്രമം ഉണ്ടാവണം. ഇതുപോലത്തെ ഒരു പാഠങ്ങളുണ്ട്. മരിച്ചു കഴിഞ്ഞിട്ട് അന്വേഷിച്ച് പോകരുത്, എന്തേ നമ്മൾ അറിഞ്ഞില്ലല്ലോ എന്ന് പറയരുത്. പലരിടത്തും സഹായം അഭ്യർത്ഥിക്കാൻ മടി കാണും. ആത്മാഭിമാനം ഉള്ളവരായിരിക്കും അധികവും. നൗഷാദ് അലിനോട് എനിക്ക് സംഭവിച്ചതും അതാണ്. മനസ്സിലായില്ലേ? അപ്പോൾ നൗഷാദ് അലിയെ പോലുള്ള MLA-മാർ ഇത് കണ്ടുപിടിക്കണം, ഇത്തരം ആളുകളെ. എന്നിട്ട് അവരെ രക്ഷിച്ചെടുക്കണം, അവരെ ജീവിതത്തിൻ്റെ പാതയിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമം നടത്തണം. അതിന് ഫണ്ട് കണ്ടെത്തണം. ഇവിടെ ഇപ്പോൾ നൗഷാദ് അലിൻ്റെ പ്രശ്നം എന്താ? നൗഷാദ് അലിൻ്റെ കുറേ ക്ലബ്ബുകൾ പൊന്നാനിയിൽ സഹായിച്ചിട്ടുണ്ട്. ആ ക്ലബ്ബുകളിലെ ചെക്കന്മാർക്കൊക്കെ ഒന്ന് മെസ്സിനെ കാണണം. ആരാ മെസ്സി? പഠിച്ചവനാണോ മെസ്സിനെ ഇവിടെ കൊണ്ടു നിർത്താൻ? ആരാ മെസ്സി കളിക്കുന്നുണ്ട്, നല്ല കളിയാണെങ്കിൽ നമ്മൾ കാണും, കളി മോശമാണെങ്കിൽ നമ്മൾ കാണൂല. ഇനി മെസ്സി എന്തെങ്കിലും കേരളത്തിന് തരുമോ? കേരളത്തിലെ ജനങ്ങൾക്ക് തരുമോ? മെസ്സി ഇവിടെ വന്നാൽ എന്തെങ്കിലും നേട്ടം കേരളത്തിലുണ്ടാവുമോ? അപ്പം ഇത്തരം വിടുവായുത്തങ്ങളൊക്കെ ഒഴിവാക്കുക. ഇത്തരം തട്ടുപൊളിപ്പൻ പരിപാടികൾ നൗഷാദ് അലി ഒഴിവാക്കണം. അത് CPM-ലെ മുൻ മന്ത്രി അബ്ദുറഹ്മാനും അതുപോലെ തന്നെ നമ്മളെ അരുൺകുമാർ മൊട്ട ചാനൽ ഓലൊക്കെ ഇറങ്ങി പുറപ്പെട്ടിട്ടുള്ളൊരു കാര്യമല്ലേ. അപ്പോൾ അത്തരം കാര്യത്തിന് ഇറങ്ങി പുറപ്പെടാതെ നന്മ ചെയ്യാൻ നോക്കുക. ഉമ്മൻചാണ്ടി സാർ ചെയ്തതുപോലെ ജനങ്ങളടിയിൽ ഇറങ്ങി ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുക. അതിനുള്ള ശ്രമം ഉണ്ടാക്കിയത്. ഇപ്പം ഇന്ന് രാവിലെ ഞാൻ ഈ വീഡിയോ കണ്ടപ്പോൾ കണ്ണിന്ന് വെള്ളം വന്നു പോയിരിക്കും. കാരണം അലയാണ്. ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി എവിടെയെങ്കിലും ഒന്ന് തങ്ങാൻ വേണ്ടി അലയ. യാതൊരു നിവൃത്തിയും തൻ്റെ മുന്നിലില്ല എന്ന് മനസ്സിലാക്കിയ അച്ഛൻ കുട്ടികളുമായി പുഴയിൽ ചാടുക ചെയ്തത്. അതുപോലത്തെ നമ്മളെ ചുറ്റുവട്ടത്തുണ്ടാവും. എന്തിനാണ് ഈ കമ്മിറ്റി, എന്തിനാണ് ഈ സംഘടനകൾ? ഓരോ രാഷ്ട്രീയ പാർട്ടിക്കും വാർഡ് തലത്തിൽ കമ്മിറ്റി ഉണ്ട് ഇല്ലേ? ഒരു വാർഡിൽ എത്ര ആളുണ്ടാവും? ഒരു വാർഡിൽ എത്ര വീടുകളുണ്ടാവും? എത്ര താമസിക്കുന്നുണ്ടെന്ന് രാഷ്ട്രീയക്കാർക്ക് കൃത്യമായിട്ട് അറിയാൻ കഴിയും. ആരും ഇത് പറഞ്ഞു കൊടുക്കണ്ട. എന്തുകൊണ്ട് ഇതൊന്നും നിങ്ങൾ കണ്ടെത്തിയില്ല? എന്തുകൊണ്ട് കണ്ടെത്തിയില്ല? അത് തിരിച്ചറിയണം. അപ്പം പ്രവർത്തനം ഇത്തരം ആളുകൾക്ക് വേണ്ടി, മനുഷ്യജീവന് വേണ്ടി ആയിരിക്കട്ടെ നൗഷാദ് അലിൻ്റെ പ്രവർത്തനം. അല്ലാതെ മെസ്സിനും റൊണാൾഡോനും നമ്മുടെ കേരളത്തിൽ കൊണ്ടുവന്ന് പുകഴ്ത്തിയിട്ട് ഒരു കാര്യമില്ല. അതിൻ്റെതായിട്ടുള്ള ആൾക്കാർ ഇവിടെ ഉണ്ടാവും. ആ കുറഞ്ഞൊരാൾക്കാർക്ക് വേണ്ടിയിട്ട് ഇത്രയും വലിയ ദൗത്യം ഏറ്റെടുക്കുന്നതിന് പകരം നന്മ ചെയ്യാൻ നോക്കുക. ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുക, രാജ്യത്തിന് വേണ്ടി പ്രവർത്തിക്കുക, സമൂഹത്തിന് വേണ്ടി പ്രവർത്തിക്കുക. അതാണ് നൗഷാദ് അലി ചെയ്യേണ്ടത്. അപ്പം നൗഷാദ് അലിയെ പോലുള്ള ഒരാളിൽ നിന്ന് ഇത്തരം ഒരു പ്രസ്താവന ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല. കാരണം നൗഷാദ് അലി രാഷ്ട്രീയത്തിലെ അഗ്രകണ്യനാണ്. പിന്നെ ഏതെങ്കിലും ഒരു മണ്ഡലം കണ്ടെത്തുക, അവിടെ എങ്ങനെയെങ്കിലൊക്കെ MLA ആകുക, അതിനൊക്കെ ഉള്ള എല്ലാ കഴിവും ബുദ്ധിയും ചാണക്യ ബുദ്ധിയൊക്കെ ഉള്ള ആളാണ് നൗഷാദ് അലി. എൻ്റെ അടുത്തെടുത്തതും ചാണക്യ ബുദ്ധിയാണെന്നുള്ളത് 5-6 മാസം മുമ്പാണ് ഞാൻ തിരിച്ചറിഞ്ഞത്. അതുകൊണ്ട് അതൊക്കെ നല്ലതാണ് നൗഷാദ്. അതുകൊണ്ട് നൗഷാദ് അലി ഒരു കാര്യം മനസ്സിലാക്കുക, നമ്മളെ ചുറ്റുപാത്ത് ജീവിക്കുന്ന ആളുകൾ സങ്കടപ്പെട്ടു പോയി കരഞ്ഞു പോയാൽ മനസ്സിലായില്ലേ? ഇത്തരം ആളുകളെ കണ്ടെത്തി ചികിത്സിക്കാനും ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കാനും എന്തെങ്കിലും ഒരു തൊഴിലുണ്ടാക്കി കൊടുക്കാനും ഒന്ന് ചാഞ്ഞുറങ്ങാൻ ഒരു കൂര, അല്ലെങ്കിൽ വാടകയ്ക്ക് എന്തെങ്കിലും ഒരു കൂര ഉണ്ടാക്കി കൊടുക്കാൻ സർക്കാരിൻ്റെ ഭാഗത്ത് സമ്മർദ്ദം നടത്തണം. അതിനു വേണ്ട നടപടിക്രമങ്ങൾ നൗഷാദ് അലിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകണം. ഇതാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. അല്ലാതെ മെസ്സിനെയും റൊണാൾഡോനെയും പന്തുകളിക്കാരെയൊക്കെ കൊണ്ടുവന്നുകാണ്ട് കേരളത്തിൽ കൊണ്ടുവന്നുകാണ്ട് ഇവിടെ നേരത്തെ ഒരു പണ്ഡിതൻ പ്രസംഗിച്ചു, കേരളത്തിൽ വെച്ചത്ര ബോർഡ് അതാത് ടീമിൻ്റെ രാജ്യത്ത് വെച്ചിട്ടുണ്ടാവില്ല. ശരിയാ, അതാത് ടീമിൻ്റെ രാജ്യത്ത് പോലും വെച്ചിട്ടുണ്ടാവില്ല. ഇവിടെ വെച്ചത്ര വലിപ്പമുള്ള ബോർഡുകളും 1000-ങ്ങളും 10,000-ങ്ങളും 50,000 ലക്ഷമൊക്കെ മുടക്കിയിട്ട് ഫ്ലക്സ് ബോർഡുകൾ. ആ ഭ്രാന്തിന് നൗഷാദ് അലി കൂട്ടിക്കരുത്. നൗഷാദ് അലി പ്രവർത്തിക്കേണ്ടത് രാജ്യത്തിന് വേണ്ടിയാണ്, രാജ്യത്തെ ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. ആ ജനങ്ങളുടെ ആവശ്യമല്ല ഈ ഫ്ലക്സും നെയ്മറും മെസ്സിയും റൊണാൾഡോ ഒന്നും. അത് തിരിച്ചറിയാനുള്ള വിവേകബുദ്ധി നൗഷാദിനുണ്ടായിരിക്കണം. ഇത്തരം പാവപ്പെട്ട ആളുകളെ സംരക്ഷിച്ചു പിടിക്കാൻ, ചേർത്ത് പിടിക്കാൻ, സഹായം നൽകാൻ നൗഷാദ് അലിയെപ്പോലുള്ള നേതാക്കൾ മുന്നോട്ടേക്ക് വരണം.